ഞാപ്പോ ഇജെന്താ തോട്ടിന് കിടക്കണേ? ഞാനേ ആശാത്താടെ പോയി അരിയുന്നു. അപ്പൊ ഇവിടെ ഇമ്മ പറഞ്ഞ് പണിയൊന്നും ഇല്ലല്ലോ, എന്താണ് അതും ഇതൊക്കെ പൊക്കി വിറ്റ കായിട്ടും പറഞ്ഞു. പ്ലാസ്റ്റിക് ഒക്കെ തോട്ടില് ഇങ്ങനെ വരൂലേ, ഇരുമ്പ് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഒളിച്ചു വരില്ല. കായിട്ടും അറിയിട്ട് ഞാൻ നോക്കിയതാണ്, കിട്ടില്ലേ? ഇമ്മൊന്നും കാണില്ല. അപ്പൊ എന്നെ കണ്ടത് എന്താ ആശാത്താടെ? ഇമ്മ നബിസാത്താറിന് പോയി വരുമ്പോ ആശാത്താർക്കോട് വരുമ്പോ ആശാത്ത പറഞ്ഞ് എന്താണ് വിവാത്തുക, ഇവിടെ കുറച്ച് ചവിരി ഉണ്ട്, അത് ഇജ്ജ് കുഞ്ഞാപ്പൂവിനോട് ഇജ്ജ് കൂടി കൊണ്ടേക്കോ, ചവിരി ഉണ്ട്, എനിക്ക് ചവിരി കത്തിക്കാൻ ആവശ്യമില്ലല്ലേ, ഇജ്ജ് അവിടെയും ഇവിടെയും പോയിട്ട് വാങ്ങണ്ട, ഇവിടുന്ന് ചവിരി കൊണ്ടേക്കോ. അത് കേട്ടപ്പോ എന്റെ അമ്മല്ല ആള് എന്തായാലും ഓസിന് കിട്ടിയല്ലേ, വെറുതെ കിട്ടിയല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞ് ഉമ്മ സ്വസ്ഥല്ലേ രാത്രി, ഞാപ്പോ അഞ്ഞ ആശാത്താന്റെ സ്വഭാവം മാറൂ, ഇജ്ജ് ആ പോയിട്ടുണ്ട് കൊണ്ടുവരണ്ട്, ഒരാഴ്ച കൊണ്ടുവരണ്ട്, ഇമ്മ നബിസാത്താടെ പണി കഴിഞ്ഞിട്ട് ഉമ്മി ബാക്കി കൊണ്ടോളാറിഞ്ഞു. ഞാൻ എന്നിട്ട് മോനെ എന്നോട് പറയാം, രാവിലെ തന്നെ കല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് പോയ പാട് എന്താണ് ആശാത്ത പറഞ്ഞ് ചവിരി കൊണ്ടാവാൻ വന്നാണ് കുഞ്ഞാപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞ് എന്തായാലും കായൊന്നും കൊടുക്കാതെ ചവിരി കിട്ടല്ലേ, കുഞ്ഞാപ്പോ കൊണ്ട് മേടിച്ചോണ്ടേന്ന്. അത് കേട്ടിട്ട് ഔത്തുന്ന് കൊണ്ട് ആശാത്താന്റെ മരുമോള് ഇങ്ങനെ വിളിക്കുന്നു, ഇമ്മ ഇവിടെ എന്താണ്, ഇമ്മ ഇവിടെ എന്താണ്. അപ്പൊ ആശാത്ത ഞാൻ ഇവിടെ വരാണ്ടാവും പോയി. അപ്പൊ ഞാൻ ഞാനവിടെ പോയി നിന്ന് എന്താ പറഞ്ഞ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ പെണ്ണേട്ടി പറയാലോ, നിങ്ങൾക്ക് എന്താ ഉമ്മ പിരാന്ത് ഉണ്ടാ, നൊസി ഉണ്ടാ നിങ്ങക്ക്, മഴയൊക്കെ വരികയല്ലേ നിങ്ങള്, ആ ചവിയൊക്കെയാണ് കൊടുത്തിട്ട് ഞമ്മക്ക് മഴക്കാലത്ത് ഇവിടുന്ന് കത്തിക്കാൻ കിട്ടുക. അപ്പൊ ആശാത്ത അറിയാ എല്ലടി മരോട് അറിയാ, ഞാൻ കായ്ക്ക് പറഞ്ഞതാണ്, മോനും ഇങ്ങനെ ഓസിനയച്ചിട്ട് വരും ഞാൻ വിചാരിച്ചിക്കണാ, ഞാൻ കായ്ക്ക് പറഞ്ഞതല്ലേ അറിഞ്ഞ ആശാത്ത. അപ്പൊ മരോളല്ല, നിങ്ങക്ക് അറിയില്ല ആ തള്ളനി മോനിന് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ കാത്തുക്കാണ്, അയിമ പിടിക്കും, എന്നിട്ട് അതിന് വേണ്ടി നടക്കുകയാണ്, നിങ്ങളെ എങ്ങനെയെങ്കിലും അയച്ചക്കാൻ ഒഴിവാക്കി കളി എന്ന് അറിഞ്ഞിട്ട് വന്നപ്പോ ഇന്നാണ്ട് കണ്ടിട്ടാ ആശാത്താന്റെ മകൾ. കുഞ്ഞാപ്പോ എന്താ ഇവിടെ ഇരിക്കണ്, എന്തൊക്കെ ഉണ്ടോ എന്റെ വർത്താനോ, കല്യാണൊക്കെ ശരിയായോ, ഒരു ചോദ്യം പറയാ. കുഞ്ഞാപ്പോ ചവിരി അനക്ക് തരുന്നൊക്കെ ഉണ്ടായിരുന്നാടാ, മഴ കണ്ടിട്ട് ഇന്നലത്തെ മഴ ഉണ്ട് ഒക്കെ നനഞ്ഞിക്കണ്. ആശാത്തന്റെ മരവോളാണ്, ആശാത്ത ഒന്നും മുണ്ടണില്ല, മരവോളെല്ലാം ചീത്തറിയും തോന്നില്ലേ. ചൗരിയൊക്കെ എനക്ക് തരുന്നൊക്കെ ഉണ്ടായിരുന്നു, മഴ എന്റെ കാലൊക്കെ നനഞ്ഞിക്കണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ, ഈ നനഞ്ഞ ചൗരി വന്നിട്ടുണ്ടെങ്കിൽ അന്റോടെ വെറുകാരൊന്നും ഇല്ലല്ലോ, ഇപ്പൊ അത് കൊണ്ടാവണ്ട, പിന്നെ എനിക്ക് കൊണ്ടാവാൻ ഉണങ്ങിയിട്ടൊക്കെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ തരാന്ന് പറഞ്ഞെന്ന് വെച്ച് ആശാത്ത. അപ്പൊ ആശാത്ത പറഞ്ഞു ഓള് പറഞ്ഞു കേട്ടില്ലേ ജി, ഞാൻ അത്ര കൊളർത്തിയില്ല അത്, എന്റെ അമ്മാനോട് ഞാൻ രാവിലെ കൊണ്ടാവാൻ പറഞ്ഞതാണ് ഇന്നലെ, പക്ഷെ മിഞ്ഞാന്ന് മഴ ആയത് കാലൊക്കെ ഒരു ഓർമ്മ ഉണ്ടായില്ലേ മോനെ, ഉമ്മാനോട് പറഞ്ഞാളെ ചവിരി പിന്നെ കൊണ്ടാവാട്ടാളെ. നഴ്സിനെ ഒഴിവാക്കി, നഴ്സിനല്ല ഇങ്ങനെ ഒഴിവാക്കി, താളത്തിലാണെങ്കിലും ശരി. ഞാണ്ട് പോകുമ്പോ അറിയാം ആശാത്താന്റെ മറുപടി, ഞാൻ പോ നിക്കടാ, 2 തേങ്ങ പൊളിച്ചാണിച്ചാടാ, എനിക്ക് എന്താണ് ചായ കുടിച്ചില്ലല്ലോ, എന്റെ കണ്ണും മോറും കണ്ടാത്താനെ അറിയാം ചായ ഒന്നും കുടിച്ചിട്ടില്ല. എന്നിട്ട് ഒരു പുട്ടു തന്ന് ഒരു ചായയും തന്ന് ഇത് കുടിച്ചു കഴിഞ്ഞാൽ 2 തേങ്ങ പൊളിച്ചോണ്ട് ഞാൻ 2 തേങ്ങ വെച്ചിട്ട് 2 തേങ്ങ വിടുമ്പോ 10 തേങ്ങ പൊളിക്കാണ്ടായിരുന്നു. എന്നിട്ട് ആ പൊളിച്ചതിന് ശേഷം എന്നോട് ഒരാളെ കൊറാടജി എന്തായാലും വന്നതല്ലേ, അങ്ങനെ ലേശം അങ്ങ് 10 റുപ്യ തരണ്ട് പറഞ്ഞിട്ട് കൊറേ വെറുതെ അട്ടത്തൊക്കെ ഉണ്ടായ വെറുകാരന്റെ മേലൊക്കെ ഞൊളിപ്പിച്ച് മഴ ഒന്ന് കൊണ്ട് ഞാൻ കണ്ട് ചവിട്ടിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നിക്കണ്, മഴ ഒന്നും കൊണ്ടിട്ടില്ല, വെറുതെ പറഞ്ഞതേ പിന്നെ പൈസ ഇട്ടാപ്പോള്. ഇനിയിപ്പോ ഞാനിപ്പോ ഉമ്മാനോട് എന്താ പറയാ വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാളെ ഞാൻ ഇനി ഉമ്മാനടുത്ത് പറയല്ലേ, ഇനി ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉമ്മാക്ക് അങ്ങനെ തന്നെയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പ വേണോ, എല്ലാതും ഞാനില്ല എല്ലാതും ആവശ്യമാണ്. ആരാന്റെ മുതൽ ആഗ്രഹിക്കരുത്, അതിന് ആരാന്റെ മുതല് ഒരു തരാന്ന് പറഞ്ഞതല്ലേ, തരാന്ന് പറഞ്ഞാൽ ചിലര് പെട്ടെന്ന് വായിക്കാന്നല്ലേ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ചോദിക്കണം തരാന്ന് പറഞ്ഞാല് പൈസ വേണം വായിക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉമ്മ എന്നെ നല്ല ആട്ടോട്ട് പോരാ, എന്തിനാ കായ്ക്ക അവിടെ നിന്നൊക്കെ പോണ്, ഞാൻ അവിടുന്ന് മുന്ന് വലമാറിലൊക്കെ കൊണ്ടു കൊടുക്കണ്ടല്ലോ, അതെന്നെ മകൾ കത്തിക്കാണ്ടല്ലോ. എന്റെ അമ്മ വിചാരിച്ചേ കിട്ടിയത് ലാഭം കിട്ടല്ലേ,
കിട്ടിയത് ലാഭം പോന്നോട്ടിച്ചിട്ട് ഉമ്മയും വിചാരിച്ച് അത് ചകിരെടുക്കാൻ എങ്ങനെ കയ്യും പിടിച്ചിട്ടാ പോയത്? അല്ല ഞാനൊരു സഞ്ചി വന്നു ഞാൻ ദേശം വെച്ച് അടച്ച് പിരാന്ന് പിടിക്കാം ഒരു കഥ പോകുമ്പോ ചെക്കന്മാര് ചോദിക്കാം എന്നോട് കടാ റേഷൻ കാർഡൊക്കെ ഈ ഞായറാഴ്ച പോണെന്ന് ഞാൻ ചവിരിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇനി ഇത് കൂടെ വരുമ്പോ ഇനിയും ചോദിക്കൂടെ ചെക്കന്മാര് റേഷൻ കാർഡിൽ നിന്ന് കളിയാക്കൂലേ അപ്പൊ ഞാൻ ചാവരി അവിടെ ഈ ചാവരിന്റെ ചാക്കാട് വെച്ച് ഞാണ്ട് പോകുന്നു ദേഷ്യം പിടിച്ചു പോകുന്നു ദേശം പിടിച്ച് പോകുന്നു ഒരു കാര്യം ചെയ്യ്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ പ്ലാസ്റ്റിക് ഇരുമ്പൊക്കെ എടുക്കണ്ടെങ്ങനെ അത് കൊണ്ടുപോയിട്ട് കായാക്കും ഇവിടെ ഇന്നലൊക്കെ ഉണ്ടായിരുന്നു ആരെ കൊണ്ടുപോയി കൊണ്ടുപോയിണ്ടാവൂലേ ഇന്ന് ഞാൻ പോട്ടടാ എങ്ങനെ പോണ്? ഞാൻ അങ്ങനെ ഇറങ്ങി പോകും പിന്നെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പോയിക്കൊന്നാ അങ്ങനെ പോകുമ്പോ അല്ല ഓലമലിനെ കാലിട്ട് ചാവും പോവുകയും ചെയ്യും ആയിക്കോട്ടെ എന്നായിക്കോട്ടെ